വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ സാലൻഡേന്ന് ഞങ്ങൾ ടൂറിസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ്, അതായത് ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. കാരണം ഇവിടെ മറ്റേ വില്ലേജ് പോലത്തെ വില്ല പോലത്തെ ഉണ്ടെന്ന് അറിയില്ല, ബട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്ന ഒരു ഹോട്ടലാണ്. അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ ഒരു ടൂർ ഞങ്ങൾ കാണിച്ചു തരാം, ഹോട്ടൽ എങ്ങനെ ഉണ്ടെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നല്ല ലൈക്ക് എന്താ പറയുക, അത്യാവശ്യം നമുക്ക് റൂം റെന്റ് എന്ന് വെച്ചാൽ ചീപ്പാണ്, ബട്ട് നല്ല പ്രീമിയം ലുക്കാണ് ഹോട്ടൽ കാണാൻ വേണ്ടി. ഇച്ചിരി ആയിട്ടുണ്ട്, കുറച്ച് ക്യാഷ് ആയിരുന്നു. ഇവിടെ കുറച്ച് നന്നായിട്ട് തന്നെ ചെയ്തു, കാരണം ഇവിടെ നല്ല ഹോട്ടൽസ് കുറവായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് ഒരു ഡേ 70-80 വരുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ ചെയ്തു. അപ്പം ഇവിടുത്തെ ഹോട്ടലിൽ അത്യാവശ്യം നല്ല ലുക്കാണ്. ഇപ്പൊ ഞാൻ ഈ ഹോട്ടലിന്റെ നിങ്ങൾ ഹോട്ടലിന്റെ ആംബിയൻസ് ഉണ്ട്, നമ്മുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് ആണ്. സ്റ്റുഡിയോ ലൈക്ക് നൈസ് ആണ്. ഒരു എന്താ പറയാ, ക്യാമറ ക്വാളിറ്റി, ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയ ഹോട്ടൽ. പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ് മിക്ക റെസ്റ്റോറൻറ്റ്സിലും അല്ലെങ്കിൽ ഹോട്ടലായാലും. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അവരോട് ചോദിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ്. booking.com ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണല്ലേ, അല്ലേ? ഒരു TV യൂണിറ്റ് ഉണ്ട്. ഞങ്ങൾ ഇന്നലെ ഇതിനകത്തിരുന്ന ബിഗ് ബോസ് ഉണ്ട്. ഒരു മിറർ, നമുക്ക് അത്യാവശ്യം ലൈക്ക് ഒരു പ്രീമിയം ലുക്ക് ഉണ്ട്. മിറർ കണ്ട ഒരു അടിപൊളി ഒരു മിറർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇതിനകത്ത് നമുക്കിവിടെ കോഫി ഉണ്ടാക്കാം, കോഫി മേക്കർ ഉണ്ട്. ഞങ്ങൾ ഇന്നലെ ഒരു കോഫി ഉണ്ടാക്കി കുടിച്ചു. പിന്നെ ഇതൊരു മിനി ബാറാണ്, കണ്ടോ, ഒരു മിനി ബാർ. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഒരു ഫ്രിഡ്ജിനകത്ത് ഡ്രിങ്ക്സുള്ള ഇരിപ്പുണ്ട്. ഒരു ഇന്നലെ ഞാൻ അതിന് റെഡ് ബുൾ എടുത്തായിരുന്നു, അത് എൻ്റെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അവരിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തു റെഡ് ബുൾ, കണ്ടോടി അവർ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തുണ്ടോ. ഇവിടെ ഒരു അലമാരി ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ഈ അലമാരക്കകത്ത് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി, പിന്നെ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഈ സെറ്റപ്പ് ഒക്കെ ഉണ്ടാകും. അത്യാവശ്യം നമുക്ക് ഇതിനകത്ത് അലമാര ഉണ്ട്, ഇതിനകത്ത് കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിന് സ്പാ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂറത്തേക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് മെസ്സേജ് 30 മിനിറ്റിന് 30 പൗണ്ട്. നമ്മുടെ അവിടെ നോർമലി നമ്മുടെ അവിടെ UK ചെയ്യുന്ന പോലെ 60 മിനിറ്റിന് 50 പൗണ്ട്. ഇതാണ് ബെഡ്. ഓക്കെ, ഒരു ഡബിൾ ബെഡാണ്, ഫുൾ സെറ്റപ്പ് ആയിട്ട് കിടപ്പുണ്ട്, എല്ലാം കിടക്കാച്ചി ബെഡാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ലാൻഡ് ലൈൻ കണക്ഷൻ ഉണ്ട്. എന്തിന്റെ മസാജ് നിനക്ക് ചെയ്യണം? ബോഡി മസാജ് വേണം നിനക്ക്? ഇത് ലാൻഡ് ലൈൻ കണക്ഷൻ ഉണ്ട്, താഴെ റിസപ്ഷനിൽ വിളിച്ച് പറയാം. പിന്നെ ഇത് ടാബ്ലറ്റ്സ്, മേക്ക് ഇന്ന് വയ്യാത്തതുകൊണ്ട് ടാബ്ലറ്റ്സ് രണ്ടും ഞങ്ങൾ പുറത്ത് വാങ്ങിച്ചാണ്. ഓക്കെ, അതങ്ങനെ. പിന്നെന്ത് നിങ്ങൾക്ക് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ ഇതിൻ്റെ അതൊരു നല്ലൊരു അടിപൊളി ഒരു പിക്ചർ ഉണ്ട്. നല്ല നല്ല രസമല്ലേ കാണാൻ? ഇഷ്ടപ്പെട്ടോ? എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടാണ് ഞാൻ കിടന്നു തുടങ്ങിയത്. വേറൊരു അടിപൊളി സംഭവം വെച്ചാൽ, ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കയറുമ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്യാം, ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആരും ഡോർ നോക്ക് ചെയ്യുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. മേക്കപ്പ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്നിട്ട് നമ്മുടെ റൂം ഫുൾ ക്ലീൻ ചെയ്ത് തരും. ഓക്കെ, പിന്നെ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും പുറത്തു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലീസ് വെയിറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർ വെയിറ്റ് ചെയ്തോളും പുറത്ത് നോക്ക് ചെയ്യുമ്പോൾ. പിന്നെ ഒരു AC യൂണിറ്റ് ഉണ്ട് ഇവിടെ. AC ഇത് മറ്റേ സെൻട്രലൈസ്ഡ് AC ആണ്. ഇവിടെ ഓണാക്കി കഴിഞ്ഞാൽ AC ഫുൾ വരും. പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് AC കുറവായിട്ടത്, കാരണം നമുക്ക് വയ്യാത്തതുകൊണ്ട് ഓണാക്കുമ്പോഴേ കിടന്ന് ബഹളമായിരുന്നു. AC കൊണ്ട്. പിന്നെ എനിക്ക് ഇതിനകത്ത് ബാത്റൂം വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ബാത്റൂംസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വാഷ്റൂം കാണാൻ നല്ല ഭംഗിയുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വാഷ്റൂം നല്ല, അതിൻ്റെ ഒരു പിക്ചർ ക്വാളിറ്റിയും കാണും, മനസ്സിലാവും. പിക്ചർ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. മിററായാലും മൊത്തത്തിൽ നല്ല അടിപൊളി വൈബാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ബാത്റൂം. പിന്നെ ഇത് വാഷ്റൂം. പിന്നെ ഒരു ലൈക്ക് ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ ഹോട്ടൽസിലും അല്ലെങ്കിൽ എല്ലായിടത്തും കാണാം, ലൈക്ക് ഷവറിൻ്റെയും വാഷ്റൂമിൻ്റെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ അതിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്കിത് വാഷ്റൂം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ചെറിയൊരു ബാൽക്കണി പോലെ ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഇറങ്ങി, നമുക്കിവിടുന്ന് ഇങ്ങനെ ഇറങ്ങി നമുക്ക് ഇതിൻ്റെ ഔട്ടറൊക്കെ കാണാം. കണ്ടോ, ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ കൊണ്ട് പുറത്ത് വശം കണ്ടോ, പുറത്തൊക്കെ കണ്ടോ വണ്ടികളൊക്കെ ഇവിടെ വെച്ച്. ഇപ്പോൾ ഓരോ റെസ്റ്റോറൻറ്റ്സിനും പാർക്കിംഗ് ആയിട്ട് പ്രൈവറ്റ് പാർക്കിംഗ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ നമ്മൾ സപ്പോസ് ഇപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വെച്ചോ, നമുക്ക് അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാം. നമുക്ക് സ്പെഷ്യൽ അങ്ങനെ പാർക്കിംഗ് ഇങ്ങനൊന്നും ഫൈനൊന്നും വരത്തില്ല. കൂടുതലും മൊത്തം ഫോറിനേഴ്സാണ്. പിന്നെ എന്ന് വെച്ചാൽ ഈ ഏരിയ ഫുള്ള് കവർ ചെയ്തേക്കുന്നത്. കാരണം ഇത് ഫുള്ള് മറ്റേ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതുകൊണ്ട് ഇപ്പോൾ ടൂറിസ്റ്റുകളാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ സെറ്റപ്പ്. ബ്രേക്ക്ഫാസ്റ്റ് എന്താ പോയി നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയതുകൊണ്ട് പോയി കഴിക്കാം. അത് കഴിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഈ ടൂറിസ്റ്റിനകത്തൂടെ ഇറങ്ങി. കാരണം നമ്മൾ നിൽക്കുന്ന ഈ സറൗണ്ടിങ് തന്നെയാണ് എല്ലാം ഉള്ളത് അല്ലോടി. അപ്പോൾ ജസ്റ്റ് ഇവിടെ എല്ലാം ഒന്ന് റൗണ്ട് അടിക്കാന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ്. സോ നമുക്ക് ഇതിനെ ചൂസ് ചെയ്യാം. അപ്പം ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡാണ്, നമ്മുടെ ബില്ലിനകത്ത് ഓൾറെഡി നമ്മൾ ബില്ലിനകത്ത് ഇൻക്ലൂഡാണ്, പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. അപ്പോൾ അത് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം. നൈസായിട്ട് ഞങ്ങൾ നോക്കുവാണ് ഏതെടുക്കണം. ഒരാളത് കൈ പിടിച്ചിട്ട് എന്തെടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതാണ് ആംബിയൻസ്. കണ്ട ഇവിടെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്. ജാവയുടെ ബൈക്കാണ്, പഴയ ജാവ. അതിൻ്റെ ഡെമോ മോഡലാണെന്ന് തോന്നുന്നു. നൈസാണ് ഇവിടുത്തെ ആംബിയൻസ്. കാം ആൻഡ് ക്വയറ്റ്, സൂപ്പർ. വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിയിരിക്കുക. എന്താടി കച്ചിട്ടുന്നോ? അതുണ്ടാവും, യാത്ര ചെയ്ത് ബോഡി പെയിൻ ഉണ്ടാവും. ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നൈസായിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അവിടെ ഓർഡർ ചെയ്ത പാൻ കേക്ക്, ഞാനൊരു ഓംലെറ്റ് ഓർഡർ ചെയ്ത്, കാരണം ഇത് വയറ്റിൽ കിടന്നോളും കുറച്ച് കഴിഞ്ഞാലും. രാവിലത്തെ ഉച്ചവരെക്കുള്ളതാണ്. പിന്നെ ആസ് യൂഷ്വൽ എവിടെ പോയാലും മിൽ ഓഫ് ഉണ്ടാവും. പിന്നെ ഓറഞ്ച് ജ്യൂസ്, പിന്നെ ഇത് പാൻ കേക്ക്, പിന്നെ അതിനകത്ത് ലാറ്റെ ആൻഡ് കാപ്പുച്ചിനോ. അവരോടത് വായിച്ചു തോന്നി. ചോക്ലേറ്റ് പാൻ കേക്ക് അതുകൊണ്ട് നൈസ് അരിയല് അടിപൊളിയായിരിക്കും അല്ലേ? ഇത് ഓംലെറ്റ്, അതൊന്നും പറയില്ലല്ലോ. കോഴിയുടെ മുട്ട. ഗൈസ്, ഇവിടെ ഒരാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുങ്ങിയിട്ട് ഇങ്ങനെ കറങ്ങി നോക്കുക. മതി മതി നീ, അയ്യാ എന്നാ ബെല്ലി ഡാൻസോ? ഇങ്ങനെ നോക്കുക എങ്ങനെയുണ്ട്, ചേരുന്നുണ്ടെന്നൊക്കെ നോക്കുകയാണ് ഗൈസ്. ഇട്ട ഡ്രസ്സ് കണ്ടിട്ട് എത്ര ഇട്ട് നോക്കിയിട്ടും തൃപ്തി വരുന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നൈറ്റ് ഹാറ്റ് കളക്ഷൻ കണ്ട്. സോ വി തോട്ട് ലൈക്ക് വിൽ ബൈ. അതിൽ നല്ല ഇതാടി ആ സാധനം. Oh, Gucci. Yes. Oh, so it will be costly. No expensive Gucci. How many euros? 10 euro. 10 euros, yeah. No expensive. Oh, so it's a okay. Super. But it looks good, yeah. Beautiful. ഇത് നല്ലതാണോ? നല്ല ഇതല്ലേ അല്ലേ? ഇത് വേണോ അതോ മറ്റേതാണോ? And this another shop, 2000. Yeah, I know, but We went to all the shops. We didn't see like this hats anywhere. we have seen like traditional Albanian caps, but not like this. But this is fine. ഇത് മതി തോന്നുന്നു. അത് മതി. This is fine. Thank you so much. My shop, Bloom Shop. Bloom shop means? Yes. Oh, name. Name Bloom Shop. Bloom shop. All right. So definitely we will post it in Instagram. Thank you. Actually, we are taking photo. Yeah. Yes, on this Google Map, Yeah. Okay. Bloom Shop. Bloom shop. Okay, it's in Durrës. 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 Heart of Durrës. The heart of And Durrës. this five stella. Oh. Oh, All right. Yeah. and Okay. you are so kind. Thank you so much. Thank you. Thank you You so are beautiful. Thank you. Bye. All right. Cheers. Bye. Bye. Have a nice day. ഗൈസ്, ഞങ്ങൾ ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കാൻ ഇവിടെ ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ട്. ഓ എൻ്റെ മോനെ, ക്യാപ്പ് കൂടെ ഇട്ടപ്പോൾ വേറെ ലെവൽ കേട്ടോ. നീ മാരകം. ഇവിടെ ഇങ്ങനെ ഓരോ ഷോപ്പൊക്കെ ഇങ്ങനെ വൈബാക്കി വെച്ചേക്കും. ഇത് ടെമ്പിൾ, എല്ലാം നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ. ഈ ഏരിയ ഫുള്ള് റെസ്റ്റോറൻ്റ് ആണ്. ഫുള്ള് അറ്റ്ലീസ്റ്റ് എല്ലാം നല്ല ലുക്കാണ് കാണാൻ. അൽബേനിയ ഈസ് നൈസ്. അടി നീ ക്യാപ്പ് ഇട്ട് നടക്കുമ്പോൾ ഒരു വൈബ് ഉണ്ട് കേട്ടോ. ക്യാപ്പും കൂടെ ആയപ്പോഴത്തേക്ക് നീ വേറൊരു ലുക്കായിട്ടുണ്ട്. ഗൈസ്, ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും പറയാം ഇവിടെ കാണാൻ ലുക്കാണ്, എന്നെ കാണാൻ ഭയങ്കര ലുക്കാണ്. കേട്ടപ്പോൾ ഒരു കോൾ മയിർ. പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞല്ലോ, ഞാൻ ഷൂട്ട് ചെയ്തവർ പറയുന്നു. അപ്പോൾ കോൾ മയിർ കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. കോൾ മയിർ എന്താടി ക്യാപ്പ് കൊള്ളാം. കണ്ണ് കാണുന്നുണ്ട് എനിക്ക്. ആ. അതാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങളപ്പം സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഡ്യൂറസിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞങ്ങൾ ഡ്യൂറസ് എത്തി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ ലൊക്കേഷൻ ഇങ്ങനെ കണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ സ്ട്രീറ്റ് ഷോപ്സ് ഉണ്ട്. നൈസായിട്ട് അതെല്ലാം കണ്ട് കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കുറേ ക്ലബ്ബുകളുണ്ട്. നല്ല രസമാണ് വീക്കെൻഡൊക്കെ ഇവിടെ പൊളിക്കാൻ. ഇവിടെ വന്നപ്പോൾ ഉണ്ട് നമ്മൾ ഡ്യൂറസിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ കുറേ പ്രതിമകൾ ഇങ്ങനെ ഉണ്ട്, കുറേ സ്റ്റാച്യൂസ് ഉണ്ട്. അതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതിൽ എന്താണെന്ന് മനസ്സിലാവേണ്ട ഒരാളിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പം ഇതാണ് കുറേ സ്റ്റാച്യൂസ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് സ്ട്രീറ്റ് വാക്ക് പോലാണ്. ഞങ്ങളിങ്ങനെ നടന്ന് ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് പോവാണ് ഗൈസ്. പിന്നെ അൽബേനിയയിലെ വേറൊരു പ്രത്യേകത ഞാൻ നോക്കിയിട്ട് ഇവിടെ ഇങ്ങനത്തെ ടാക്സീസ് ഇഷ്ടം പോലെ ഉണ്ട്. മീൻസ് ഇങ്ങനെ ടാക്സി കിടപ്പുണ്ടാവും. ഊബർ അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഊബർ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. പക്ഷേ ഇതുപോലത്തെ ടാക്സീസ് ഇഷ്ടം പോലെ ഇങ്ങനെ റോഡിൽ കിടപ്പുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാം. ഒരു ബീച്ചുണ്ട് അടുത്ത്. അപ്പം ഞങ്ങൾ ആ ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബീച്ചിൻ്റെ ഒരു വൈബാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ എല്ലായിടത്തും ബീച്ചാണ് കൂടുതലുള്ളത്. ബീച്ച്, ക്ലബിങ്, നൈറ്റ് ലൈഫ് എല്ലാത്തിനും ബെസ്റ്റാണ് അൽബേനിയ. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് ചീപ്പ്, എല്ലാം കൊണ്ട് ചീപ്പാണ്. പിന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുമ്പം എനിക്കറിയില്ല എങ്ങനെയാണ്. പക്ഷേ UK എന്നുള്ള ഒരാൾക്ക് വരാൻ, അല്ലെങ്കിൽ ഇപ്പം യൂറോപ്യൻ കൺട്രീസിലുള്ളവർക്കൊക്കെ വരാൻ, ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കാർഡുണ്ട്, അതായത് റെസിഡൻസ് പെർമിറ്റ് കാർഡുണ്ട്. അപ്പോൾ ആ കാർഡ് ഉപയോഗിച്ച് നമുക്കിവിടെ എൻട്രി ഫ്രീ ആണ്. ലൈക്ക് നമുക്ക് വിസ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം നോക്കിയാൽ ചീപ്പ് ഫ്ലൈറ്റ്സ് ആണ് ഇവിടുന്ന് വരുന്നത്. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് വരുമ്പോൾ 19 പൗണ്ട്സിനൊക്കെ ഫ്ലൈറ്റ് ഉണ്ട്.
1 hour ജേർണിയാണ്. ഞാനിപ്പോൾ പക്ഷേ വന്നത് 3 hour ആണ്. പക്ഷേ ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് അവിടെ ചീപ്പായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എത്തിയത്. പക്ഷേ യൂഷ്വലി അങ്ങനെയുള്ളവർ ഇവിടെ അവിടെ നിന്ന് വരുന്നുണ്ട് ചീപ്പാണ്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് വരുവാണെങ്കിൽ കുറച്ച് വിസ ഒക്കെ എടുക്കേണ്ടി വരും. വിസ എടുത്തിട്ടൊക്കെ വരാൻ പറ്റുള്ളൂ അല്ലേ? പിന്നെ വീഡിയോ എടുക്ക് മറ്റേ ഗുണ്ടുമല്ലിയുടെ ബാക്കി. ഗൈസ് ഇതാണ് ബീച്ച്. ഇവിടെ എന്തോ ഒരു ഹോസ്പിറ്റലിൻ്റെ എന്തോ ഒരു എനിക്കൊന്ന് അവയർനെസ്സിൻ്റെ എന്തോ ഒരു ഷൂട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഈ ഏരിയയിലൊക്കെ നൈസാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ 4 മണിയായിട്ടുള്ള, എന്നിട്ട് ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അപ്പം ഈ സ്റ്റാച്ചുവിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അറിയില്ല. നിങ്ങളത് കണ്ടു നോക്ക്. കാരണം ഞാൻ വലിയ വിവരിക്കാനൊന്നും ഇതിനെപ്പറ്റി പഠിക്കാനൊന്നും വയ്യ ഗൈസ്. അതിനെപ്പറ്റി പഠിക്കാനൊന്നും വയ്യ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളപ്പോൾ ചെസ് കടൽ, ഇവിടെ ഞാൻ പറയില്ലേ കടലും കായലും. ഗൈസ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് കുറച്ച് സെറ്റായപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്സിൽ നോക്കുവാണ്. ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നൈസായിട്ട് വല്ല ഫുഡ് അടിക്കാമെന്ന്. കാരണം ഉച്ചയായി, നല്ല വിശപ്പായിട്ടുണ്ട്. ഉച്ചയല്ല, വൈകുന്നേരമായി, ഒരു 5 മണി അടുപ്പിച്ചാവുന്നുണ്ട്. അപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വല്ല ഫുഡ് അടിക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് തപ്പുവാണ്. നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് ഞങ്ങൾ യൂഷ്വലി ഗൂഗിൾ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് നല്ല റിവ്യൂ നോക്കിയിട്ടാണ് യൂഷ്വലി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇതുവരെ എല്ലാം നൈസാണ്. അപ്പോൾ ഇനി അടുത്തത് ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ തപ്പാ അല്ലേ? ഓക്കെ. ഇതെല്ലാം ബീച്ചിൻ്റെ വ്യൂ ആണ്. അവിടെ എല്ലാം ബീച്ചാണ്. ഇവിടുത്തെ പോലീസാണ്. കണ്ടോ, പോലീസൊക്കെ ഇങ്ങനെ റോഡിൽ നിൽക്കുകയാണ്. എടീ റെസ്റ്റോറൻറ്റ് ആംബിയൻസ് എങ്ങനെയുണ്ട് അല്ലേ ഗൈസ്? ഞങ്ങൾ അങ്ങനെ നൈസായിട്ട് വീണ്ടും റെസ്റ്റോറൻറ്റിൽ കയറി. ആസ് യൂഷ്വൽ എൻ്റെ ഫേവറേറ്റ് ലെമൺ സോഡ. സോ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബീച്ചൊക്കെ കാണാം. അതുകൊണ്ട് ആ ബീച്ചിലാണ് ഞങ്ങൾ നിന്നത്. ഞാൻ അവിടെ നിന്ന് നടന്നിങ്ങോട്ട് വന്ന് ഒരു ബീച്ച് വ്യൂ ഉണ്ട്. പിന്നെ നൈസായിട്ടൊരു ആംബിയൻസും ഒരു രക്ഷയില്ല. വൈനും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ. മോക്ടെയിൽസ് പിന്നെ സീ ഫുഡാണ് ഇവിടെ മെയിൻ. അപ്പോൾ കണ്ട ഗൈസ്. പിന്നെ ഇവിടെ ഫോട്ടോഷൂട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു ഈ ഒരു ആംബിയൻസ്. അപ്പോൾ ഞാൻ വെച്ച് ഫുഡ് വന്നു കഴിഞ്ഞിട്ടൊരു ഫോട്ടോ എടുക്കണം. അപ്പോൾ ഫുഡ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫോട്ടോ അടിപൊളിയായിട്ട് എടുക്കും. പിന്നെ ഇതാണ് നൈസ് ആംബിയൻസ് ആണ്. ഓൾ ഇൻ ഓൾ ആംബിയൻസിൻ്റെ ഭാഗത്തിൽ ഞാൻ 10 out of 10 കൊടുക്കും. എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഐ ലൈക്ക് ദിസ് പ്ലേസ്. ഗൈസ് അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ നെയിം ഞാൻ പറയാൻ മറന്നുപോയി. റെസ്റ്റോറൻറ്റ് നെയിം പാസ്ട്രല്ല എന്നാണ്. ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ഫുഡ് എത്തി. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത സംഭവം. പിന്നെ ഇത് ഇവൾ ഓർഡർ ചെയ്തത് മാരിനേറ്റഡ് അഞ്ചോവിനോ നെത്തോലി മാരിനേറ്റ് ചെയ്തേക്കുന്നതാണിത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് എത്തി ഗൈസ്. ഇതാണ് ഫുഡ്. അപ്പോൾ കഴിച്ചു നോക്കട്ടെ. സീ ഫുഡാണ്. അപ്പം നൈസായിട്ടൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ്. ഇതിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ക്രാബുണ്ട്, കൊഞ്ചുണ്ട് ഉണ്ട്. പിന്നെ ഇതിനകത്ത് കണവയുണ്ട്, സ്ക്വിഡുണ്ട്. എനിക്ക് തോന്നുന്നു ഇതെന്തോ കല്ലുമ്മക്കായ. ഇതെന്തോ കല്ലുമ്മക്കായാണോ? കല്ലുമ്മക്കായ ഉണ്ട്. എല്ലാ ഐറ്റം ഉണ്ട് ഇതിനകത്ത്. ഞാൻ ഒരു സീ ഫുഡ് ഓർഡർ ചെയ്തു. പക്ഷേ കടൽ മൊത്തം പ്ലേറ്റിൽ വന്ന് കഴിച്ചു. ആ കുറച്ച് നീലത്തിമിങ്ങലോ കുറച്ച് ഡോൾഫിൻസ് കുറവ്, ബാക്കി എല്ലാം ഇതിനകത്തുണ്ട്. ഞാൻ ഇങ്ങനെ ചകഞ്ഞോണ്ടിരിക്കും. ഇതിനകത്ത് ഇനി വല്ല പാമ്പ പഴുതാരം ഉണ്ടാവും കറുത്താനറിയാം. പക്ഷെ നൈസ്. എന്തായാലും കഴിച്ചോണ്ടിരിക്കാം. ഇതാണിപ്പം ഭയങ്കര ഉപ്പാണ് ഇതിനകത്ത്. ബട്ട് മുഖത്ത് സന്തോഷം കണ്ട. ബട്ട് ഓവറോൾ കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇത് കഴിച്ചു നോക്കട്ടെ. ഞങ്ങളാണെങ്കിൽ നൈസായിട്ട് ഇപ്പം വീട്ടിലെത്തി, റൂം എത്തിയിട്ടുണ്ട്. എന്താണ് ദുബായ് ജോസ് അടിച്ചു കയറി വാ. അപ്പൊ ഗൈസ് ദുബായിലെ കാര്യം കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പൊ ഞങ്ങള് റൂം എത്തി. അപ്പം നൈസായിട്ട് ഞങ്ങൾ കുറെ എക്സ്പ്ലോർ ചെയ്ത്. കാരണം എന്റെ ഫോൺ ഇടയ്ക്ക് വെച്ചൊന്ന് ഓഫ് ആയി പോയത്. കൂടുതലൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ അതിനുശേഷം ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് കുറച്ച് ബീച്ച് ഏരിയാസ് ഉണ്ട്. അവിടെ കവർ ചെയ്ത് ആസ് യൂഷ്വൽ ലൈക്ക് ബീച്ചാണ് കൂടുതൽ നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ കവർ ചെയ്ത്. പിന്നെ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റാത്ത കുറച്ച് സ്ഥലമാണ്. എന്ത് ബീററ്റിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഒന്നാമത് പോകാൻ പറ്റാന്ന് വെച്ചാൽ ഞാൻ എന്താ പറയാ, ഇന്ന് ഞങ്ങളോട് വന്നിട്ട് ഞങ്ങൾ ടൂറിസ്റ്റ് എല്ലാം വന്ന് റൗണ്ട് അടിച്ച് കറങ്ങിപ്പറ്റിയ സമയം കുറവ്. പിന്നെ ഇവക്ക് പനിയായി. ഈ ക്ലൈമറ്റ് വേരിയേഷൻ ഇന്നലത്തോട്ട് അവർക്ക് പനിയായിരുന്നു. പനി എന്ന് വെച്ചാൽ മറ്റേ കാറിനകത്ത് AC പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചൂട്. അപ്പൊ ഈ രണ്ട് സംഭവം ആകുമ്പോഴത്തേക്ക് ഫുൾ ഡൗൺ ആയി. പിന്നെ ഇനി ലോങ് ഡ്രൈവ് അടിക്കേണ്ട വെച്ചിട്ട് നൈസായിട്ട് നമ്മൾ ഒതുങ്ങിക്കൂടി. അപ്പം ഇനിയിപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ അടുത്ത ഡെസ്റ്റിനേഷനായ ടിറാനയിലോട്ട് പോവാണ്. ടിറാന എയർപോർട്ടിൽ നാളെ രാവിലെ 6 മണിക്ക്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് പാക്കിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അധികമായിട്ട് സാധനങ്ങളൊന്നും ഇവിടുന്ന് വാങ്ങിച്ചിട്ടൊന്നുമില്ല. അപ്പം ജസ്റ്റ് ചുമ്മാ ഞങ്ങൾക്ക് പാക്കിംഗ് ആയിട്ടൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. ജസ്റ്റ് ഇങ്ങനെ ഷഫിളായി കിടക്കുന്ന സാധനങ്ങൾ എല്ലായിടത്തും ഒന്ന് റീപാക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, നാളെ ടിറാന എയർപോർട്ട്, അവിടുന്ന് നേരെ ബാക്ക് ടു ന്യൂ കാസിൽ. പിന്നെ ചെന്ന പാടെ ഓഫീസിൽ പണിക്ക് പോകണം.
ഇതാണ് ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ വീഡിയോസിൻ്റെ ഇതാണ് ഇനി അടുത്ത അപ്ഡേറ്റ്. എന്തായാലും ഞാൻ ഇനിയിപ്പോൾ ഉദ്ദേശിക്കുന്ന ഇനിയിപ്പം സ്ഥിരം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം ഗൈസ്. കുറച്ച് നാളായിട്ട് ശരിയാണ് വീഡിയോസ് ഒന്നും ഇല്ല. ഓൾമോസ്റ്റ് ഐ തിങ്ക് 5 months ആയി വീഡിയോസ് ഒന്നും ഇടാണ്ടിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം ഡിസംബറിൽ ഇട്ടേ. കാരണം എന്താ സംഭവം വെച്ചാൽ ഒന്നാമത് UK ലൈഫ് സ്റ്റൈൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ല. UK ലൈഫ് സ്റ്റൈൽ ഇറ്റ്സ് വെരി ഹാർഡ് ടു സർവൈവ് ഇൻ UK. ഇനിഷ്യലി നമ്മൾ വിചാരിക്കും ഭയങ്കര ഈസി ആണെന്ന്, ഭയങ്കര കഷ്ടപ്പാട്. പണിയെടുത്താലും തട്ടി മുട്ടി പോകാൻ പറ്റത്തില്ല. അങ്ങനെ ടാക്സ് എന്തൊക്കെ നമ്മൾ ഇപ്പൊ ആഴ്ച ഉണ്ടാക്കിയാലും ഗവൺമെന്റിന് കൊടുക്കണം, മാസം ഉണ്ടാക്കിയാലും പൈസ ഉണ്ടാക്കിയാൽ ഗവൺമെന്റിന് കൊടുക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പം പിന്നെ അതുപോലത്തെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇനിഷ്യൽ നമുക്ക് ഏതായാലും ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആയിരിക്കും. ഏത് ആൾക്കാർ UK ആരോട് ചോദിച്ചാൽ മതി, ഫസ്റ്റ് ടൈം വരുന്ന ടൈമിൽ നമ്മൾ കുറച്ച് പേയ്മെന്റ് എക്സ്ട്രാ ഇവിടെ വേണം, ഇവിടെ ഒന്ന് സർവൈവ് ചെയ്ത് നിൽക്കാൻ. നമ്മുടെ ജോലിയൊക്കെ സെറ്റ് ആവുന്ന വരെ നമ്മളൊന്ന് സർവൈവ് ചെയ്യും, പാടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ കൂടെ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഓരോ ഫിനാൻഷ്യൽ ഇഷ്യൂസിൽ കൂടെ സ്ട്രഗിളിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം ഒന്ന് ബാക്കപ്പ് ആയിക്കൊണ്ട് വരുവാണ് ഇപ്പം. അപ്പം അതിൻ്റെതായ ടൈം എനിക്ക് വേണമായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ആക്റ്റീവ് അല്ലായിരുന്നു. കാരണം എനിക്ക് എല്ലാത്തിനും കൂടെ സമയം കിട്ടുന്നത്. ഒന്നാമത്തെ കാര്യം സ്റ്റോറി ഇടാൻ മൈൻഡൊക്കെ ഫുൾ ഫക്ഡപ്പ് ആയിരുന്നു. എപ്പോഴും സ്റ്റോറി ഇടുന്ന ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ഇനിയിപ്പോൾ വിചാരിച്ച് ഇനിയിപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തൊരു ഇപ്പം ഞാൻ ബാക്ക് ടു നോർമലായി. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഹാപ്പി മൊമെന്റ് കിട്ടിയ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യാം, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയും. കാരണം കുറേ കൂട്ടുകാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും, എടാ എൻ്റെ വിവരമൊന്നും ഇല്ലെന്നുകൊണ്ട് കുറേ അയച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ റിപ്ലൈ പോലും കൊടുക്കാതെ ഒരു വല്ലാത്തൊരു ഇതിലായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഈ ട്രിപ്പോടെ എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി കണ്ടിന്യൂസ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ വേണ്ട പനിയാണ്, അപ്പം പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ പുതിയ വ്ളോഗുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. മിക്കവാറും നാളെ ഇതിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാളെ ഇവിടുന്ന് എയർപോർട്ടിലേക്കുള്ള ട്രിപ്പായിരിക്കും കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളെ മറ്റൊരു പുതിയ വ്ളോഗുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും പീസ് കൊടുത്തേ.